നമസ്കാരം മാഷേ. സാറിന്റെ പേര് ആചാര്യ ഡോക്ടർ രതീഷ് ബാബുജി. അപ്പോൾ ഞാനിവിടെ വന്നത് അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ്സ് 84 ആ നാടകത്തിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ വന്നിരുന്നു. അന്ന് സാറാണ് ഈശ്വര പ്രാർത്ഥന പാടിയത്. അപ്പം സാറിന് അന്ന് പരിചയപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ സജുവിനെ വിളിച്ചു. സജുവാണ് എൻ്റെ സാറ് താമസിക്കുന്ന ഇവിടെ കാണും സാറിൻ്റെ നമ്പർ തന്നത്. അപ്പോൾ സാറിനെ കുറിച്ച് പ്രിയ പ്രേക്ഷകരോടൊന്ന് പറയുക. പിന്നെ എനിക്ക് ആ പ്രേക്ഷകർക്കും വേണ്ടി അന്ന് ആലപിച്ച ആ ഈശ്വര പ്രാർത്ഥന ഒന്ന് ആലപിക്കണം. ഓക്കെ ആണോ? ഓക്കെ. ആദ്യം തന്നെ ഇങ്ങനെ മനോജിന്, നമ്മുടെ പ്രിയ മനോജ് എന്നെ തിരക്കി ഇവിടെ കഷ്ടപ്പെട്ടെത്തി. ആദ്യം തന്നെ എൻ്റെ ഹൃദയംഗമായ സ്നേഹം മനോജിനോട് അർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു. എൻ്റെ പേര് ആചാര്യ ഡോക്ടർ രതീഷ് ബാബുജിയാണ്. അഷ്ടപതി ആചാര്യനാണ്. കഴിഞ്ഞ 45 വർഷമായി അമ്പലപ്പുഴ കണ്ണൻ്റെ ആറാട്ട് മഹോത്സവത്തിനോടനുബന്ധിച്ച് ഞാനും പാർട്ടിയും നടത്തി വരുന്ന അഷ്ടപതി കച്ചേരി, അതാണ് ഈ അമ്പലപ്പുഴയിൽ എൻ്റെ ഇങ്ങനെ നിലനിർത്തുന്നത്. അഷ്ടപതി ആചാര്യൻ ഇന്ന് ഇവിടെ വെച്ച് അമ്പലപ്പുഴ ക്ഷേത്രോപദേശ സമിതിയും ദേവസ്വം ബോർഡും ചെന്ന് എനിക്ക് അഷ്ടപതി ആചാര്യൻ ബഹുമതി ഒക്കെ ലഭിച്ചതാണ്. എൻ്റെ കർമ്മരംഗം എന്ന് പറയുന്ന അധ്യാപകനായിരുന്നു ഞാൻ. കഴിഞ്ഞ 1980 തൊട്ട് 2018 വരെ വിവിധ CBSE ഹയർ സെക്കൻഡറി സ്കൂളിൽ, അതിൽ 10-20 വർഷം പല തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തികച്ചും ആധ്യാത്മിക രംഗത്താണ് നിലനിർത്തുന്നത്. അങ്ങനെ അമ്പലപ്പുഴയിൽ ഇവിടെ ഒരു സായിബാബ മന്ദിരമുണ്ട്. അതിവിടെ കഴിഞ്ഞ 10 വർഷത്തിന് മേളിലായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സ്പിരിച്വൽ ഇൻചാർജായിട്ട്, ഇവിടുത്തെ ഭജൻ്റെ എല്ലാം ചാർജായിട്ട് ഇവിടെ ആണിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അമ്പലപ്പുഴ സാരഥി, അതായത് സജു പാർത്ഥ സാരഥിയുടെ നാടകത്തിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ആ നാടകത്തിൻ്റെ അന്ന് തന്നെ മറ്റൊരു നാടകത്തിൻ്റെ പൂജാകർമ്മം കൂടെ ഉണ്ടായി. അതിനാണ് മനോജ് ശരിക്കും അവിടെ വന്നത്. അപ്പോൾ ആ പൂജാകർമ്മത്തിനോടനുബന്ധിച്ചൊരു പ്രാർത്ഥനാഗാനം. എന്നാൽ ഈ നാടകരംഗത്തുള്ള കലാകാരൻ എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രാർത്ഥനാഗാനം എന്ന് പറയുന്നത് മനോജന് അത് ഇഷ്ടപ്പെടാനുള്ള കാര്യം, എല്ലാ മതങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാട്ടായിരുന്നു ഞാനന്ന് ആലപിച്ചത്. അതിപ്പം മനോജിന് വേണ്ടി ഇവിടെ ഞാൻ വീണ്ടും ആലപിക്കാൻ പോവുകയാണ്. എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി കൂടി. ഓക്കെ മാഷേ? ഓക്കെ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാതുല്ലൈക്കും, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാതുല്ലൈക്കും. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അല്ലലേറും ഈ ലോകത്തിൽ എല്ലാം യേശുവേ, എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അല്ലലേറും ഈ ലോകത്തിൽ എല്ലാം യേശുവേ. നാഥനും സഹായനും നായകനിടയനും, നാഥനും സഹായനും നായകനിടയനും, സ്നേഹിതൻ എനിക്കെന്തേറും ജ്ഞാനമണവാളനും, സ്നേഹിതൻ എനിക്കെന്തേറും ജ്ഞാനമണവാളനും, എല്ലാം യേശുവേ,
എനിക്കെല്ലാം യേശുവേ, അല്ലലേറും ഈ ലോകത്തിൽ എല്ലാം യേശുവേ. കൃഷ്ണം വന്ദേ നന്ദകുമാരം, രാധാവല്ലഭ നവനീതചോരം. കൃഷ്ണം വന്ദേ നന്ദകുമാരം, രാധാവല്ലഭ നവനീതചോരം. രാമം വന്ദേ ദശരഥതനയം, രാമം വന്ദേ ദശരഥതനയം. സീതാവല്ലഭ രഘുകുലതിലകം, സീതാവല്ലഭ രഘുകുലതിലകം. മുരളീധര സുകുമാര ശരീരം, മുരളീധര സുകുമാര ശരീരം. ഗോപീവല്ലഭ നന്ദകിശോരം, ഗോപീവല്ലഭ നന്ദകിശോരം. കൃഷ്ണം വന്ദേ നന്ദകുമാരം.